നേപ്പാളിൽ നടന്ന ജെൻസി കലാപത്തിൽ കേരളത്തിൽ നിന്ന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് കാഠ്മണ്ഡു പോസ്റ്റ് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് നേപ്പാളിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കലാപം നടക്കുന്നു. ആ കലാപത്തിന് ആയുധം കൊടുക്കാം എന്ന് കേരളത്തിൽ നിന്ന് വാഗ്ദാനം പോകുന്നു. വാഗ്ദാനം മാത്രമല്ല, കേരളത്തിൽ അവരാവശ്യപ്പെടുന്ന തോക്കുകളും ബോംബുകളും വിൽക്കുന്ന കച്ചവടക്കാരെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ചർച്ച നടക്കുന്നു. അപ്പോൾ നേപ്പാളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വിവരം, ഞെട്ടിക്കുന്ന വിവരം, കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കാൻ പോകാം. കേരളത്തിൽ നിന്ന് ഗ്രീനിഷ് എന്നുള്ള വ്യാജ അക്കൗണ്ടിൽ ചില ചർച്ചകൾ നടന്നു. എവിടെയാണ് ചർച്ച നടന്നത് എന്ന് ആലോചിക്കണം. അതായത് ഒരു സോഷ്യൽ മീഡിയ ആപ്പുണ്ട്, ഡിസ്കോഡ് എന്ന് പറയും, അമേരിക്കൻ ബേസ്ഡാണ്. ഈ ഡിസ്കോഡ് എന്ന് പറയുന്നത് നമ്മളധികം കേട്ടിട്ടില്ല. ഇത് ഫ്രീ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. ചാറ്റ്, ടെക്സ്റ്റ് ആകാം, ഓഡിയോ ഇടാം, നമ്മുടെ വാട്സാപ്പ് ചെയ്ത പോലെ. അതിൽ ഇത് 2015 ജാസൺ സിട്രോൺ, സ്റ്റാൻ വിഷ്ണോവ്സ്കി എന്ന് പറയുന്ന 2 പേര് ചേർന്നുണ്ടാക്കി 200 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേക പ്ലാറ്റ്ഫോം ഓരോരുത്തർക്കും ഉണ്ടാക്കാം. എന്നിട്ട് ഏതാണ്ട് ആയിരക്കണക്കിന്, അതായത് 10,000-കണക്കിന് ആളുകൾ വരുന്ന ചാറ്റ് പ്ലാറ്റ്ഫോം, നമ്മളിപ്പം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് 10,000-കണക്കിന് ആളുകളുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ചർച്ച നടത്താം. ആ ചർച്ചയിലാണ് ഈ കാര്യങ്ങൾ, കേരളത്തിൽ നിന്ന് ആയുധം കൊടുക്കാം, ഇവിടെ ആയുധങ്ങൾ ലഭ്യമാണെന്നുള്ള വിവരം കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇറാന്, ഹോങ്കോങ്, സെർബിയ, അമേരിക്ക തുടങ്ങിയ ചില രാജ്യങ്ങളിൽ ഈ പ്രക്ഷോഭം, അമേരിക്കയിലാണെങ്കിൽ ട്രംപിനെതിരെ ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ഡിസ്കോഡ് എന്ന് പറയുന്ന ഈ ചാനൽ മാറിയിട്ടുണ്ട്. അതായത് ലോകത്ത് പലയിടത്തും അസ്വസ്ഥത, കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസ്കോഡ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. നമ്മൾ ടെലഗ്രാം എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ പരിചയമില്ല. ഇത് നെറ്റൊക്കെ ഉപയോഗിക്കുന്ന, ഇൻ്റർനെറ്റിൻ്റെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നവർക്കറിയാം ഡിസ്കോഡിനെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് ഇത് ഈ ഗെയിം കളിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ സാധനം പതുക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമായിട്ട് മാറി. പിന്നീട് രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഡിസ്കോഡ് മാറി. ഈ ഡിസ്കോഡിൽ 2 പ്ലാറ്റ്ഫോമുകൾ, ഈ പറഞ്ഞ പോലെ ഈ കലാപവുമായി ബന്ധപ്പെട്ട് 2 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒന്ന് യുവ ഹബ്ബ്, ഒന്ന് യുവത. ഈ യുവത എന്ന് പറയുന്ന, യുവ ഹബ്ബ് എന്ന് പറയുന്ന, അതിൽ ചർച്ചകൾ ഇങ്ങനെ നടത്തിയിട്ട് നമ്മൾ തെരുവിൽ ഇറങ്ങണം, യൂണിഫോം ധരിച്ചിറങ്ങണം, ഓർക്കുന്നില്ലേ, അങ്ങനെ വന്നിട്ട് നമ്മൾ കല്ലെറിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചർച്ച ഇങ്ങനെ മൂത്ത് പോകുമ്പോഴത്തേക്ക് ഒരു ഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മൊളോട്ടോവ് കോക്ടെയിൽ നമുക്ക് വേണം. മൊളോട്ടോവ് കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ വെള്ളമടിക്കുന്നവർക്ക് കോക്ടെയിൽ എന്ന് പറയുമ്പോൾ വേറെ അർത്ഥമാണ്. ഇതങ്ങനെയല്ല, ഇതൊരു മിക്സാണ്, ഒരു പ്രത്യേകതരം മിക്സ്. ഇത് 1939 USSR, സോവിയറ്റ് യൂണിയൻ ഫിൻലാൻഡിനെ ആക്രമിച്ച സമയത്താണ് ആദ്യമായിട്ട് മൊളോട്ടോവ് ഉപയോഗിച്ചത്. അത് ഒരുതരം, വളരെ ലളിതമായി പറഞ്ഞാൽ ഒരുതരം ഗ്രനേഡാണ്. ഈ ഗ്രനേഡ് എറിഞ്ഞാൽ തീപിടുത്തം ഉണ്ടാകും, അതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം. നാപ്പാം ബോംബ് കൊണ്ടുവരണമെന്ന് ഈ ഡിസ്കോഡ് ചർച്ച ചെയ്തിട്ടുണ്ട്. നാപ്പാം ബോംബ് എറിഞ്ഞാൽ മാരകമായ പൊള്ളലേക്കും. ഓർക്കുന്നില്ല, വിയറ്റ്നാമിൽ അമേരിക്ക പ്രയോഗിച്ച നാപ്പാം ബോംബിന് ഒരു പെൺകുട്ടി നഗ്നയായിട്ട് ഓടിപ്പോയി, വസ്ത്രം മുഴുവൻ കത്തിപ്പോയി. നാപ്പാം ബോംബ് നമുക്ക് സംഘടിപ്പിക്കണം, മൊളോട്ടോവ് കോക്ടെയിൽ സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ ചർച്ച അങ്ങോട്ട് പുരോഗമിക്കുക. അപ്പോഴേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് പറയുന്നു, സെപ്റ്റംബർ 8 രാത്രി 8 മണിക്ക് നടക്കുന്ന ചർച്ചയെ സെപ്റ്റംബർ 8 രാത്രി 11:49 പെട്ടെന്ന് ഒരാൾ പറയുന്നു, കലാപത്തിനെ സഹായിക്കാൻ തോക്കുകൾ വേണം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മറുപടി വരുന്നു, ഇന്ത്യയിൽ നിന്ന് തോക്കുകൾ ഇറക്കുമതി ചെയ്യാൻ കഴിയും. അപ്പോൾ 11:51 അപ്പോൾ 51 തന്നെ അടുത്ത ടെക്സ്റ്റ് വരുന്നു, ഇന്ത്യയിൽ നിന്ന് നമുക്കൊരു 50 ഗ്രനേഡുകൾ കൂടി വേണം. അപ്പോൾ തോക്കുകൾ വേണം, ഗ്രനേഡുകൾ വേണം. അപ്പോഴാണ് ഈ ഗ്രീനിഷ് എന്ന് പറയുന്ന ഒരാൾ 11:56 മറുപടി കൊടുക്കുന്നു, കേരളത്തിൽ ഇത് കിട്ടും, ഇതിനുള്ള ഡീലർ ഇവിടെയുണ്ട്, എനിക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാം, കേരളത്തിൽ അവിടെ നമുക്കിത് അങ്ങനെ ഇവിടെ നേപ്പാളിൽ ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ കേരളത്തിൽ എന്ത് കിട്ടും? ഗ്രനേഡുകൾ കിട്ടും, തോക്കുകൾ കിട്ടും, അത് വിൽക്കുന്ന ഡീലറുണ്ട്, നോക്കണം എന്ന് പറയുകയും കലാപത്തിനെ സഹായിക്കാൻ വേണ്ടി ഗൂഢാലോചന ആസൂത്രണം നടത്തുന്ന ഡിസ്കോഡ് പ്ലാറ്റ്ഫോമിൽ വ്യാജ പേര് മറച്ചു വെച്ച് ചർച്ചയിൽ പങ്കെടുക്കാം. ആ ചർച്ചയിൽ പങ്കെടുത്ത ആൾ പറയുകയാണ്, ഗ്രീനിഷ് എന്ന് പറയുന്ന ആൾ പറയുകയാണ്, ഇതെല്ലാം കേരളത്തിൽ നിന്ന് അയക്കാം, കേരളത്തിലുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്ന സ്ഥലം
എന്താണ് ഒരു വലിയ ടൈം ബോംബിൻ്റെ പുറത്തിരിക്കുക, അതിങ്ങനെ ടിക് 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 നടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഏതു ഭീകരവാദികൾ വന്നാലും അല്ലേ കേരളത്തിലുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ പോകുന്നവർ കേരളത്തിലുണ്ട്, സിറിയയിൽ പോകുന്നവർ കേരളത്തിലുണ്ട്, ഇന്ത്യൻ സൈന്യത്തോട് കാശ്മീരിൽ ഏറ്റുമുട്ടാൻ പോകുന്നവരിൽ മലയാളികളുണ്ട്. നമ്മളിത് കേട്ട് നമുക്കിതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നില്ല. അപ്പോൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ഭീകര സ്വഭാവമുള്ള ആക്രമണങ്ങൾ, കലാപങ്ങൾ ഒക്കെ നടത്തിയാലും അതിൽ ഒരു മലയാളി ബന്ധമുണ്ട് എന്ന് വരുന്നു, ഞെട്ടിക്കുന്നവരാണ്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ അഴിമതിക്കെതിരെയുള്ള സമരം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡിസ്കോഡിലൂടെയുള്ള ഈ യുവ എന്ന് പറയുന്ന 2 പ്ലാറ്റ്ഫോമിലെ ചർച്ചകളിലൂടെയാണ് ഈ ജൻസി സമരം മുഴുവൻ ഓർഗനൈസ് ചെയ്തത്. അതിൽ മലയാളികളുണ്ടായിരുന്നുവെന്നും അവർ വളരെ ഉത്തരവാദിത്വത്തോടെ ഇതിനെ സഹായിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തവർ പറയുകയാണ്. കേരളത്തിൽ തോക്കുകൾ കിട്ടാനുണ്ട്, ഗ്രനേഡുകൾ കിട്ടും, ഒരു 50 എണ്ണം സംഘടിപ്പിച്ച് അയച്ചാൽ മതി, റെഡി, ഞാൻ റെഡി, അയച്ചു തരാം, സാധനം റെഡിയാണ് അല്ലേ? ഒരു സാധനം റെഡിയാണ്. അപ്പോൾ വെറുതെ ഇത്തരം ഒരു അപ്പോൾ കാർത്തിക് എന്ന് പറയുന്ന ഒരു ഐഡി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞതിൽ കുറച്ച് അച്ചടക്കം വേണം, ഇതെല്ലാം സുരക്ഷാ ഏജൻസികൾ കാണുന്നുണ്ടാവും എന്ന് പറഞ്ഞ് കാർത്തിക് എന്ന് പറഞ്ഞ ഒരാൾ ഈ ചർച്ച പങ്കെടുത്തിട്ട് ഇവരെ വിലക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഗ്രനേഡിൻ്റെ കച്ചവടമുണ്ട്. ഗ്രനേഡ് പടക്കം വിൽക്കുന്നത് പറയുന്നവരെയാണ്. പടക്കം, ഗ്രനേഡ് ഉണ്ട്, തോക്ക് കിട്ടും എന്നൊക്കെ നേപ്പാൾ കലാപത്തിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി ചർച്ച ചെയ്ത ആരാണ്? അങ്ങനെ ഒരു ഡീലർ ഉണ്ടെങ്കിൽ ആരാണ് കേരളത്തിൽ ഗ്രനേഡ് വിൽക്കുന്ന, തോക്ക് വിൽക്കുന്ന ഡീലർ ആരാണ്? ഇങ്ങനെ ഇയാളെ എനിക്കറിയാം, ഇത് സംഘടിപ്പിച്ച് തരാൻ പറ്റും എന്ന് പറയുന്ന ഗ്രീനിഷ് എന്ന് പറയുന്ന ഈ ഐഡിയ ആരാണ്? കേരളം അറിയാവുന്ന, മലയാളം അറിയാവുന്ന ഇവിടെയുള്ള ഒരാളായിരിക്കണമല്ലോ. അതെ, അയാളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അയാളെ കണ്ടു. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ കളർ? പച്ച സ്വഭാവം, പച്ച നിറമുള്ള എന്നാണ് പേര്. മനസ്സിലായല്ലോ? അതെ. അപ്പോൾ അങ്ങനെയാണോ? ടു ബി ഫ്രാങ്ക്, ഇത് മറച്ചു വെക്കുന്നത് ഇസ്ലാമിക ഭീകര സംഘടനയായിട്ട് ബന്ധമുണ്ടോ ഈ പറഞ്ഞ ആൾക്ക്? തോക്ക് ഞാൻ തരാം, ഗ്രനേഡ് ഞാൻ അയക്കാം എന്ന് പറഞ്ഞ ആൾക്ക് കേരളത്തിലെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ആരെങ്കിലുമാണോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു. നമ്മൾ ഈ നെടുമങ്ങാട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ല, SDP-യുടെ ആംബുലൻസ് CPM-കാർ കല്ലെറിഞ്ഞു താത്തു. തിരിച്ചു വന്നിട്ട് പോപ്പുലർ ഫ്രണ്ട് അല്ല DYFIയുടെ ആംബുലൻസ് SDP-കാർ നടത്തും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടായി. പിന്നെ SDP എന്ന് പറയാൻ ആർക്ക് പേടിയാണ്? DYFIക്ക് പേടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, അല്ല ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചില്ലേ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ കേരളത്തിൽ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് ആംബുലൻസുകൾ ഓടുന്നുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആംബുലൻസ് ജീവകാരുണ്യ പ്രവർത്തനം മാത്രമല്ല, അതിൻ്റെ മറിയിൽ ആംബുലൻസ് ആകുമ്പോൾ ഒരുപാട് അളവ് കിട്ടും. ആ ആംബുലൻസുകൾ നിരോധനത്തിന് ശേഷം എവിടെ പോയി? പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിൽ SDP-യുടെ പേരിൽ കുറേ ആംബുലൻസുകൾ ഓടുന്നുണ്ട്. അതെല്ലാം SDP-യുടെ പേരിലേക്ക് മാറ്റിയെങ്കിൽ തന്നെ പ്രശ്നമാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാധനം SDP-യുടെ പേരിലേക്ക് മാറ്റിയെങ്കിൽ അത് സുരക്ഷാ ഏജൻസികൾക്ക് പിടിക്കാം. ഇവർ തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യും. കണ്ട, പോപ്പുലർ ഫണ്ട് എന്നുള്ള ഒറ്റ ദിവസം കൊണ്ട് SDP ആക്കി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി എന്നാലും SDP-ക്ക് ദോഷം ചെയ്യും. അങ്ങനെ അതുകൊണ്ട് അത് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഇതൊക്കെ എവിടെ പോയി? അത് മാത്രമല്ല, പോപ്പുലർ ഫണ്ട് നിരോധനത്തിന് ശേഷം കേരളത്തിൽ DYFIക്ക് ആംബുലൻസുകൾ കൂടിയോ? അറിയില്ല. ഒരാൾ ഒരു വൈൽഡായിട്ടുള്ള ചിന്ത എന്നോട് പറഞ്ഞാണ്. പക്ഷേ അതിനകത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ചില ഘടകം. ഒന്നാമത്തെ കാര്യം എക്സ്പ്ലോർ ചെയ്യണം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിലുണ്ടായിരുന്ന വാഹനങ്ങൾ, ആംബുലൻസുകൾ എവിടെയാണിപ്പോൾ? അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ കൂട്ടത്തിൽ എന്നെ ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഏതായാലും ജൻസി കലാപം നേപ്പാളിൽ കത്തിക്കാൻ വേണ്ടി തോക്കും ഗ്രനേഡും കൊടുക്കാമെന്ന് പറയുന്ന തരത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഭീകര സ്വഭാവമുള്ള അക്രമ സമരങ്ങൾക്കൊക്കെ സ്പോൺസർമാർ, പങ്കാളികൾ മാത്രമല്ല, ആയുധം സപ്ലൈ ചെയ്യുന്ന സ്ഥലമായിട്ട് കേരളം മാറുന്നു. കേരളം എത്ര വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്? കേരളത്തിലാരാ തോക്ക് വ്യാപാരി? കേരളത്തിലാരാ ഗ്രനേഡ് വ്യാപാരി? ഇത് പിണറായി വിജയൻ്റെ പോലീസ് കണ്ടുപിടിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം പിണറായി വിജയൻ്റെ പോലീസ് നമ്മുടെ അവിടെ ഒരു തോട്ടിൻ്റെ താഴെ പാലത്തിനടിയിൽ നിന്ന് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിന്ന് എഴുതിയ വെടിയുണ്ടകൾ കണ്ടുപിടിച്ചിരുന്നു, ഇല്ലേ? അതെ. പത്തനംതിട്ടയിൽ ഒരു സ്ഥലത്ത് കാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എവിടെ എത്തി അന്വേഷണം? എത്തിയിട്ടില്ല. അപ്പോൾ മലയാളി നേപ്പാൾ സമരത്തിന് ആയുധം കൊടുക്കാനും തയ്യാറായിരുന്നു. ആ മലയാളി ആരാണെന്നുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നടത്തുന്നുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.